ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നോമ്പിന്റെ സഞ്ചാരപാതയിൽ ക്രൂശിന്റെ ധ്യാനം ഏറെ പ്രസക്തമാണ്. ഭക്ഷണ സാധനങ്ങൾ വെടിയുന്നതിനപ്പുറമായി ദൈവരാജ്യവർദ്ധനവിനായി ക്രൂശ് വഹിക്കുവാൻ സ്വയം സന്നദ്ധമാകുക എന്നുള്ളതാണ് നോമ്പ് നമ്മുടെ മുൻപിൽ വെക്കുന്ന വെല്ലുവിളി. എന്നാൽ പുറം കാഴ്ചകളിൽ മങ്ങിപ്പോകുന്ന നോമ്പനുഭവവും ദൈവരാജ്യ അനുഭവവും ഇന്നിന്റെ നേർക്കാഴ്ചകളാണ്. പുറം കാഴ്ചകളിൽ മങ്ങിപ്പോകുന്ന ദൈവരാജ്യ ബോധ്യങ്ങളെക്കുറിച്ച് ക്രിസ്തു എപ്പോഴും കലഹിക്കുന്നുണ്ട്. ആ കലഹത്തിന്റെ ഒരധ്യായം ഇവിടെയും നമ്മൾ കാണുന്നു. പത്രോസുമായുള്ള സംഭാഷണത്തിൽ കർത്താവ് വികലമാകുന്ന ദൈവരാജ്യ ബോധ്യങ്ങളോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്നതായ ഒരു രംഗം കർത്താവ് തന്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് തന്റെ ശിഷ്യ സമൂഹത്തോട് പറയുന്നതായ സന്ദർഭമാണ്. അത് കേട്ട പത്രോസ് തന്റെ ഭൗതിക മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞതായ ചിന്തകൾ കൊണ്ട് കർത്താവിനെ വിലക്കുവാൻ ശ്രമിക്കുന്നു. പത്രോസ് കർത്താവിനോട് പറയുന്നു, കർത്താവെ, നിനക്ക് അത് ഭവിക്കരുതേ. വളരെ ശക്തമായ രീതിയിൽ ഭാഷയിൽ കർത്താവ് പത്രോസിനെ തിരുത്തുവാൻ ശ്രമിക്കുകയാണ്. കർത്താവ് പത്രോസിനെ വിളിക്കുന്നത് സാത്താനെ എന്നുള്ളതാണ്. ചില നിമിഷങ്ങൾക്ക് മുൻപ് ഇതേ പത്രോസിനെയാണ് കർത്താവ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്. താൻ ആരാകുന്നു എന്ന് യേശു കർത്താവ് ചോദിക്കുന്ന സന്ദർഭത്തിൽ ധൈര്യപൂർവ്വം പത്രോസ് തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ പത്രോസിനെ കർത്താവ് അപ്പോൾ വിളിക്കുന്നത് ഭാഗ്യവാൻ എന്നുള്ളതാണ്. നീ പാറയാകുന്നു എന്ന് പത്രോസിനോട് പറയുന്നു. എന്നാൽ ചില നിമിഷങ്ങൾക്കപ്പുറം അതേ പത്രോസ് ഇവിടെ പൈശാചികമായ അനുഭവത്തിലാകുന്നു എന്ന് കർത്താവ് തന്നെ സാക്ഷീകരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതയാത്രയിൽ സംഭവിക്കുന്ന ഒരു സാധ്യതയാണ് ഇത്. ദൈവികമായ ബോധ്യങ്ങളിൽ വികലത സംഭവിക്കുമ്പോൾ ഭാഗ്യാവസ്ഥയിൽ നിന്ന് പൈശാചികമാകുന്ന അവസ്ഥയിലേക്ക് പോകുവാനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാറയായിരുന്ന പത്രോസ് ചില നിമിഷങ്ങൾ കൊണ്ട് പൂഴിയായി മാറിയതായ അനുഭവം. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ആഴമായ ദൈവരാജ്യ ബോധ്യങ്ങളിൽ നിന്ന് വികലമായ ദൈവികമായ ബോധ്യങ്ങൾ പലപ്പോഴും ഇതിന് കാരണമായി തീരുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഴമായ ദൈവികമായ ബോധ്യങ്ങൾ നമ്മെ ഭാഗ്യാവസ്ഥയിലേക്കും അതിൽ സംഭവിക്കുന്ന വികലത പൈശാചികമായ അനുഭവത്തിലേക്കും നയിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടുന്നത് ആവശ്യമാണ്. അതിനോടനുബന്ധമായി കർത്താവ് ശിഷ്യ സമൂഹത്തോട് പറയുകയാണ് 24-ാം വാക്യത്തിൽ, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ഒരു ഇച്ഛയാണ്, പേഴ്സണൽ ചോയ്സ്. എന്നാൽ ഈ ഇച്ഛയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ക്രൂശ് വഹിക്കുക എന്നുള്ളത്. ത്യാഗം സഹിക്കുക, സ്വയം ഇല്ലാതായി തീരുക, ഇതൊക്കെയാണ് ക്രൂശ് നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ, അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം, കർത്താവിനെ അനുഗമിക്കുന്ന ജീവിതാനുഭവം എന്ന് പറയുന്നത് ക്രൂശിനെ സ്വയം വരിക്കുന്നതായ ഒരു അനുഭവമാകുന്നു. ഡിട്രിച്ച് ബോൺഹോഫർ ഇപ്രകാരം പറയുന്നു, ക്രിസ്തു ഒരാളെ വിളിക്കുമ്പോൾ മരണത്തിനായി കൂടെയാണ് വിളിക്കുന്നത്. When Christ calls a man, he bids him come and die. അതുകൊണ്ട് ക്രൂശ് ജീവിതത്തിൽ വഹിക്കുവാനായിട്ട്, സ്വയം ഇല്ലാതായി തീരുവാനായിട്ട്, ദൈവരാജ്യ വർദ്ധനവിനായി നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധതയാണ് ഈ നോമ്പ് നമ്മുടെ മുമ്പിൽ വെക്കുന്നതായ ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്നതായ ഒരു അനുഭവമാകുന്നു ഇത്. എൻ്റെ ജീവിതത്തിൽ ക്രൂശ് എപ്രകാരമാകുന്നു, ക്രൂശിന്റെ അനുഭവം എപ്രകാരമാകുന്നു എന്ന് നാം മനസ്സിലാക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ജീവിതത്തിൽ വന്നു ചേരുന്ന ക്രൂശുകളെ സ്വീകരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുരിശോളം ചെന്നെത്തി ആ ക്രൂശിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വാക്ക് അപ്പ് ടു ദ ക്രോസ് ആൻഡ് ടേക്ക് ദ ക്രോസ്. ജീവിതയാത്രയിൽ വന്നു ചേരുന്ന ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനേക്കാൾ അപ്പുറമായി ക്രൂശോളം ചെന്നെത്തി ആ കുരിശിനെ വഹിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. 2 ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. വികലമാകുന്ന ദൈവരാജ്യ ബോധ്യങ്ങൾ പൈശാചികമായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആഴമായ ദൈവരാജ്യ ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അധികാരത്തിന്റെ അനുഭവമല്ല, ചില ജീവിതത്തിന്റെ മോടികളുടെ അനുഭവമല്ല, മറിച്ച് അത് ക്രൂശ് വഹിക്കുന്ന അനുഭവമാണ്. കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ക്രൂശ് വഹിക്കുന്ന, ക്രൂശോളം ചെന്നെത്തി അത് സ്വീകരിക്കുവാൻ സന്നദ്ധത കാണിക്കുന്ന സമൂഹമായി വളർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ.